ഹായ് ഗൈസ്, നമസ്കാരം. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടില്ല, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ട് രണ്ടാമത്തെ പാർട്ടാണ്. ഓക്കെ. അങ്ങനെ ഇവിടെ ഹോസ്റ്റലിൽ വന്നു, മൊത്തം പ്രശ്നം, അടി, അങ്ങനെയല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലൊരു ദേഷ്യവും ഉറക്കില്ലാണ്ടായി. അതായത് 2 മണിക്ക് ഉറങ്ങുന്ന ഞങ്ങൾ 3 മണിയായി, 4 മണി, പിന്നെ 5 മണിയിലായിരിക്കും നമുക്ക് ഉറക്കം വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ റിസപ്ഷനിൽ ഞാനും വേറെ ഒരുത്തരും പോയി ഇരിക്കാന്, കാരണം ഇവിടെ വൈഫൈ ഉണ്ടായില്ല. അപ്പോൾ റിസപ്ഷനിൽ ഇരിക്കുമ്പോൾ അവിടെ ഉള്ളൊരു ഹാഫ് മലയാളി ഹാഫ് തമിഴ് എന്ന് പറയുന്ന ഇവിടെ ഒരു സെർവൻ്റ് ഉണ്ട്, ക്ലീനിങ് ഉള്ള. അവരങ്ങനെ ആർക്കും കൂടുതൽ സംസാരിക്കണമെന്നില്ല. പക്ഷെ ഞാൻ വെറുതെ എന്തോ ബോറടിച്ചിട്ട് എന്തോ സംസാരിച്ച് ലാസ്റ്റ് അറിയാതെ എങ്ങനെയോ ഗോസ്റ്റ് ടോക്കിലേക്ക് വന്നു. ഗോസ്റ്റ് ടോക്കിൽ വന്നതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് അവനോട് ചോദിച്ചു, ഇവിടെ എന്തെങ്കിലും ഗോസ്റ്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ? അവൻ ആദ്യം എന്തോ പറയാൻ പോയി വായിനെ കൊണ്ട്, പിന്നെ അവൻ അനങ്ങാതിരുന്നു. ഞാൻ എന്താ ബ്രോ എന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ എന്തെല്ലോ അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്ക് കറക്റ്റ് അറിയില്ല എന്ന് പറഞ്ഞു. എനിക്കെന്തോ അവൻ്റെ ആ ഒരു സംസാരത്തിൽ വളരെ പന്തി കേടുവന്നു. വേറെ ഒന്നുമല്ല, അത് ഞാൻ ചോദിച്ചപ്പോൾ അവൻ ശരിക്കൊന്ന് ആ ഒരു എക്സ്പ്രഷൻ ശരിക്കും മാറി. ഞാൻ മറ്റവനെ ശ്രദ്ധിച്ചു. നമ്മൾ പിന്നെ അതെല്ലാം വിട്ട് ഒരു ചായയെല്ലാം കുടിച്ച് തിരിച്ച് റൂമിലേക്ക് വന്നു. ബാക്കി 2 പേരുണ്ട്. എനിക്ക് ഒരുത്തൻ വർക്ക് ചെയ്യാൻ വന്ന പാട് ഞാൻ അവനോടെല്ലാം കാര്യം പറഞ്ഞ് എല്ലാവരും പറഞ്ഞേ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടത്തിലുള്ള ഒരുത്തൻ പറഞ്ഞ്, നമുക്ക് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിൻ്റെ റിവ്യൂ നോക്കാം, ഇത് കുറച്ച് വലിയ അപ്പാർട്ട്മെൻ്റ് ആണല്ലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ റിവ്യൂ നോക്കുമ്പോൾ നമ്മൾ ശരിക്കും ഒന്ന് കിളി പോന്നെ. അതിൻ്റെ അകത്ത് ഒരു 2 വർഷം മുമ്പുള്ള റിവ്യൂവിൽ ഹൊറിബിൾ പ്ലേസ്, വേറെ റിവ്യൂ എന്താണെന്ന് വെച്ചാൽ ഹിന്ദിയിൽ അഹത് ഷോ എന്ന് പറയുന്നൊരു ഷോ ഉണ്ട്. ആ ഒരു ഷോ എന്ന് വെച്ചാൽ ഈ പ്രേതത്തിൻ്റെ ഷോ, പണ്ടത്തെ ഷോ. അത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, ഇവിടെ വന്നാൽ മതി എന്നായിരുന്നു അതിൻ്റെ മീനിങ്. ഇതും കൂടി കണ്ടപ്പോൾ മൊത്തത്തിലുള്ള കിളിവാറി. ആ ദിവസം നമുക്ക് എന്തോ ഫുള്ളൊരു നെഗറ്റീവ് വരുന്നു. ഞങ്ങളങ്ങനെ റൂമിലൊന്നും കയറിയില്ല, ഒറ്റ കയറിയില്ല. പേടി 4 ആളുള്ളപ്പം കയറും, പക്ഷെ ഒറ്റക്കുള്ളപ്പം എല്ലാം പുറത്തിരിക്കല മാക്സിമം. അങ്ങനെ കുറേ പോയി ഒരു ദിവസം ഞാൻ ഒറ്റക്ക് നിൽക്കേണ്ട ഒരു ദിവസം വന്നു. അത് ഞാൻ ഒരിക്കലും ഞാൻ നിൽക്കില്ല എന്ന് വിചാരിച്ചത്. ഒരിക്കലും ഞാൻ മനസ്സിൽ പോലും ചിന്തിച്ചില്ല ഞാൻ നിൽക്കുമെന്ന്. പക്ഷെ 2 പേര് പോയി, ഞാനും വേറൊരുത്തരും മാത്രം. പെട്ടെന്നുണ്ട് അവർക്ക് വീട്ടിൽ നിന്നൊരു കോള്, അവൻ്റെ വീട്ടിൻ്റെ എന്തോ ഒരു സംഭവം പണിയുണ്ട്, പുതിയ വീടിൻ്റെ എന്തോ പണിയുണ്ട്, 2 ദിവസം മുമ്പ് നീ വരണോ, അർജൻറ്റാന്ന് പറഞ്ഞു. അപ്പം ഞാനും അവൻ്റെ കൂടെ പോകാമെന്ന് വിചാരിച്ചു. നിൽക്കുമ്പോൾ ഉണ്ട് എനിക്കൊരു പ്രൊജക്റ്റ്, ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത പ്രൊജക്റ്റ്. ഞാൻ വിചാരിച്ചു, കുഴപ്പമൊന്നുമില്ല, ഇവിടെ നിൽക്കാമെന്ന്. ഇനിയാണ് ശരിക്കുള്ള പ്രശ്നം ഈടിയാണ് എനിക്ക് സ്റ്റാർട്ടാകുന്നത്. ഓക്കെ, ബാക്കി എന്താണെന്ന് വെച്ചാൽ ഞാൻ അടുത്ത പാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യാം. നെക്സ്റ്റ് പാർട്ടിക്കാണ്. ഓക്കെ, ഞാൻ അടുത്ത് തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ.